ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു 18 വർഷം പഴക്കമുള്ള ഒരു വീടിൻ്റെ അകത്ത് നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു 18 വർഷം പഴക്കമുള്ള ഒരു 3.5 സെന്റിൽ പണി തീർത്ത ഒരു മനോഹരമായൊരു വീടാണ്. അപ്പോൾ ഈ വീട് ഇത്രയും മനോഹരമാക്കി ചെയ്തത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്നിടുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഹലോ ഗൈസ്. സോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഈ വീടിനെ കുറിച്ചാണ്. അതായത് 3.5 സെന്റിൽ പണി തീർത്ത ഒരു 18 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നോർമൽ വീട്. പക്ഷേ ഇതിൻ്റെ അകത്താണ് കാര്യം. ഞാനപ്പോൾ നിങ്ങളെ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കാര്യം. ഒരു 18 വർഷം പഴക്കമുള്ള വീടിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വീട് നമ്മൾ വർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും മനോഹരമായിട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ആ വർക്കിൻ്റെ പെർഫെക്ഷൻ, അതാണ് ഇതിലെ മെയിൻ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും ഈ ഒരു ചെറിയൊരു റൂമാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സോഫയുണ്ട്, പിന്നെ ഒരു TV യൂണിറ്റ്. അത് വളരെ ചെറിയൊരു ഏരിയ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്രയും ചെറിയൊരു ഏരിയയിൽ ഇത്രയും മനോഹരമായിട്ട് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അത്രയും ഐഡിയയോടും അത്രയും പെർഫെക്ഷനോടും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതല്ലെന്നാണെങ്കിൽ ഈ കാണുന്നവർക്ക് അത്രയും നീറ്റ് ആവില്ല. സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കുറച്ച് ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈറ്റിലാണ് ഇതിൻ്റെ കാര്യം. ആ ലൈറ്റ് ഇല്ലെന്നാണെങ്കിൽ ആ ഒരു എടുപ്പ് നമ്മൾക്കിവിടെ തോന്നില്ല. ഇതിപ്പോൾ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ തന്നെ ഒരു വാഷ് ബേസിനും ഉണ്ട്. പെട്ടെന്ന് ഒരു ബോറല്ലാത്ത രീതിയിൽ നല്ല പ്രോപ്പറായിട്ടാണ് അതും പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അടുത്തതായിട്ട് നമ്മളുടെ ഈ വീട്ടിൽ 2 റൂംസാണുള്ളത്. ഒന്ന് ബാത്ത് അറ്റാച്ച്ഡും ഒന്ന് നോർമൽ റൂമും. കാരണം 18 വർഷം പഴക്കം എന്ന് പറയുമ്പോൾ ഒരുപാട് പഴക്കമുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് ആ ഒരു ഇതിൽ നിലനിർത്തിയിട്ട് തന്നെ ആണ് ഇവിടെ ഇങ്ങനത്തെ കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൂമിലോട്ട് പോകാം. ഇങ്ങനെയാണ് ഈ റൂമിൻ്റെ ഇൻറ്റീരിയർ എല്ലാം വരുന്നത്. ഈ ഒരു ചെറിയ സ്പേസിൽ തന്നെ അത്യാവശ്യം നല്ല വലിയൊരു 4 ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള ആ ഒരു ബർത്ത് അതും ഫുള്ള് ഒരു കബോർഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതുമേ ഇൻറ്റീരിയർ. പിന്നെ ചെറിയൊരു മിററും വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പോലെ നോർമലായിട്ട് അത്യാവശ്യം ഭംഗിയായിട്ടുള്ള രീതിയിൽ ഉള്ള നമ്മളുടെ വീട് ഇതുപോലെ വർക്ക് ചെയ്തെടുക്കുമ്പോൾ അവർക്കൊരു ഐഡിയ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺ പ്രൊട്ടക്ഷനുള്ള ഒരു ബ്ലൈൻഡ് കർട്ടൻ. അത് ഓരോ റൂമിനും ഓരോ കളർ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂയിഷ് ആണ് ഈ കളർ. ദെൻ ഒരുപാട് കളേഴ്സ് ബ്ലാക്ക്, വൈറ്റ് ഇതെല്ലാം വരുന്നുണ്ട്. ബട്ട് നോർമലി ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റൂമിൻ്റെ സ്ട്രക്ചർ വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. അടുത്ത റൂം എന്ന് പറയുമ്പോൾ എല്ലാം അടുത്താണ്. വളരെ വലിയൊരു രീതിയിലുള്ള കാര്യങ്ങളല്ല ഇതിലെല്ലാം ഉള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിൽ ജസ്റ്റ് കയറി വരുമ്പോൾ ഒരു ഹാള് പോലെ ഒരു ലിവിങ് ഏരിയ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ അങ്ങനെ രീതിയിലാണ് വരുന്നത്. ഇത് അടുത്തൊരു റൂം. ഇതും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നല്ല ലൈറ്റിങ്ങും എല്ലാം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുപോലുള്ള ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ചാർജ് അധികം വരില്ല. അത് വളരെ കുറഞ്ഞ രീതിയിലേ കറണ്ട് ചാർജ് വരികയുള്ളൂ. ബട്ട് ഇതിനെല്ലാം അഡാപ്റ്റർ ഉണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ലൈറ്റെല്ലാം ഇടക്കിടക്ക് അടിച്ചു പോകും. അങ്ങനെ അടിച്ചു പോകുമ്പോൾ അത് മാറ്റേണ്ടി വരും. അതിനാണ് നമ്മൾക്ക് മെയിനായിട്ട് ക്യാഷ് മുടക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ റൂമിൽ ഒരു ബാത്ത് അറ്റാച്ച്ഡ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒരു റെഡിഷ് കളർ ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പണ്ടേ ഉള്ള ഒരു അലമാര തന്നെ ഇതിൻ്റെ അകത്തുനിന്ന്
ഫുൾ കവർ ചെയ്ത് ഈ ഒരു മോഡലിലാക്കിയിട്ടുണ്ട്. ബട്ട് അകത്തുള്ളത് പഴയ നമ്മളുടെ പണ്ടത്തെ ഉള്ള അലമാരയാണ്. ദെൻ ആ ഒരു രീതിയിലാണ് ഇത് നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മളുടെ ബാത്റൂം. ദെൻ നമ്മൾക്ക് കിച്ചണിലോട്ട് പോവാം. കിച്ചൺ എന്ന് പറയുമ്പോൾ ഈ ഒരു പണ്ടത്തെ രീതിയിൽ ഉണ്ടായിരുന്ന അതേ സ്ട്രക്ചർ തന്നെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ കബോർഡ് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ മോഡലിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ്സ് വരുന്നുണ്ട്, പക്ഷെ അതിപ്പോൾ വർക്കിംഗ് അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ദെൻ ഈ കളറ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഈ കാണുന്നത്. ദെൻ നമ്മൾക്ക് ലാസ്റ്റായിട്ട് ആ ഒരു ഏരിയ പണ്ടവിടെ പുകയില്ലാത്ത അടുപ്പ് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നതാണ്. പിന്നെ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു സ്പേസ് ഇങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 3.5 സെന്റിൽ ഒരു 18 വർഷം പഴക്കമുള്ള ഈ വീടിന് ഇങ്ങനത്തെ ഉള്ള വർക്ക് ചെയ്തിട്ട് നല്ലതാണോ അല്ലേന്ന് നിങ്ങളാണ് പറയേണ്ടത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നാണെങ്കിൽ അത് കമൻ്റ് ആയിട്ട് ഇടാം. ഓക്കെ, സോ ഗൈസ്, Are you all my personal dreams?